എന്തായി ഇന്നെങ്ങാനും വീട്ടിൽ പോക്ക് നടക്കുവോ? വീട്ടിൽ പോയാലും ഇത് തീരണല്ലോ. ആ ഞാൻ ഇറങ്ങട്ടെ, എനിക്കിന്നേ ഒരു ഡിന്നർ പ്ലാൻ ഉണ്ട്. ആരുടെ കൂടെ? ഒറ്റയ്ക്ക്, അല്ലാണ്ട് ആരുടെ കൂടെ? വീക്കെൻഡ് എന്താ പരിപാടി? വീക്കെൻഡ് നന്നായിട്ടൊന്ന് ഉറങ്ങണം. നിനക്കെന്താ പരിപാടിയാ? എനിക്കല്ല, നമുക്കൊരു പരിപാടി ഉണ്ട്. ജിമ്മിന് പോകാനാണെങ്കിൽ ഞാൻ ചോട്ടോ. ജിമ്മിൽ പോകാനൊന്നും അല്ല, നമുക്ക് ആക്ച്വലി മൂന്നാറിൽ നീലക്കുരിഞ്ഞി കാണാൻ പോയാലോ? മൂന്നാറ് ഞാൻ അത്ര പ്രാവശ്യം പോയി. എന്നിട്ട് നീ എത്ര തവണ നീലക്കുരിഞ്ഞി കണ്ടു? ഇല്ല. ആ, ഇത് 12 വർഷം മാത്രം പൂക്കണ പൂവാണ്. നമ്മുടെ ലൈഫിൽ കൂടി വന്ന എത്ര 12 വർഷമുണ്ട്. ആളുകൾ ക്യൂ നിൽക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി വളരെ കുറച്ച് ദിവസം കൂടി ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എത്ര വർഷം കാത്തിരിക്കണം ലക്കി ഇത് കാണാൻ? 12 വർഷം. അപ്പൊ പോരുന്നോ എന്റെ കൂടെ? ആ ഞാൻ റെഡി. മുത്തുക. പക്ഷെ നിനക്ക് ലീവ് കിട്ടോ? അതെ, ഒരു നല്ല കാര്യം പറയുമ്പോ നീ എന്തിനിങ്ങനെ കുത്തണേ? നല്ല സുഖം. ഡി, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിക്കരുതെന്ന്? അയ്യോ സോറി, ഇപ്പൊ തീർക്കാം. ഒരു കഷ്ണം തന്നെ. നീളവ് പറഞ്ഞ് തീർക്കാം. ലൈഫിൽ ആദ്യത്തെ ട്രിപ്പാ. പോടാ, ഞാൻ വിശ്വസിക്കൊന്നുമില്ല. കാര്യമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ അത്ര എക്സൈറ്റഡ് ആവുന്നത്? പിന്നെ അപ്പൊ നീ ഇത്ര നാളെ ഏത് ലോകത്തായിരുന്നു ജീവിക്കണ്ടായിരുന്നേ? ഞാൻ ഈ ലോകത്തൊക്കെ തന്നെയാ. ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഒറ്റയ്ക്ക് എന്തായാലും ട്രിപ്പ് പോകാൻ പറ്റില്ലല്ലോ. വിളിച്ചോണ്ട് പോകാനും ആരുമില്ല. അപ്പൊ നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ചേടാ, സാധാരണ ഈ പഠിക്കണ കുട്ടികൾക്കൊക്കെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ടല്ലോ. അതെ, നീ എക്സാമിന് ഇരിക്കുമ്പോഴേ അടുത്തുള്ള പിള്ളേർക്ക് കോപ്പി അടിക്കാൻ കാണിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. ആ വെറുതെ അല്ല, ഇപ്പഴല്ല കാര്യം മനസ്സിലായ. നീ ക്ലാസ്സിലെ മറ്റേ നല്ല കുട്ടിയായിരുന്നു അല്ലേ? ക്ലാസ് കഴിഞ്ഞാലും പോവാത്ത. പരീക്ഷയ്ക്ക് ഒരു മനുഷ്യന് കാണിച്ചു കൊടുക്കാതെ പ്രാക്കല്ലേ ഇവനിപ്പോ അനുഭവിക്കുന്നത്. ആ അപ്പൊ ഒക്കെ കേക്കുണ്ടായിരുന്നു അല്ലേ? നീ പിന്നെ വളരെ പതുക്കെയാണല്ലോ സംസാരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയും, എന്റെ ഊഹം ശരിയാണെങ്കിൽ കൊടയം പിടിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. മറച്ചു പിടിക്കാൻ, ഒരു മനുഷ്യനൊരു വരി പോലും കാണാതിരിക്കാൻ. ഇനി മാഷെങ്ങാനും പരീക്ഷ എഴുതുന്ന കണ്ട് അയാൾക്ക് പരീക്ഷ എഴുതുന്ന തോന്നി അയാൾ പരീക്ഷ എഴുതി ഇവനെക്കാളും മാർക്ക് വാങ്ങിച്ചാലോ വെച്ചാൽ അയാളെ പോലും കാണിക്കാം. ആ അങ്ങനെ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ നാട്ടുകാർക്ക് പൊതിച്ചോറും കൊടുത്ത് നടക്കുകയാണ് ഇത്രയും പഠിച്ചിട്ട്. എടാ, പരീക്ഷയ്ക്ക് ഒരു അക്ഷരം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുത്തന്റെ പ്രാക്ക് കിട്ടിയുള്ള അവസ്ഥ എന്താ അറിയും? ഞാൻ പണ്ടൊരുത്തരെ പ്രാഗി. അവൻ, നിങ്ങൾ ജംബോ സർക്കസ് കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ മനുഷ്യ പീരം കേട്ടില്ലേ ആൾക്കാരിങ്ങനെ പറത്തി വിടുന്നത്? അതിലുണ്ടായിട്ട് വർക്ക് ചെയ്യണം. ഇങ്ങനെ നീലക്കുറിഞ്ഞൊക്കെ കണ്ട് നടന്നു. DIG, ആ ട്രിപ്പിന്റെ കാര്യം ഒന്ന് ഉറപ്പിക്കോ? നീലക്കുറിഞ്ഞി കാണുന്നതാണോ? നീലക്കുറിഞ്ഞൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ മൂന്നാറിനെ ഞാൻ കാണാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അവന് 2-3 ദിവസം കളയണോന്നൊരു മടി. അതിന് DIG എപ്പോഴാണ് നീലക്കുറിഞ്ഞി കണ്ടേ? ഞാൻ കഴിഞ്ഞ വർഷം പോയി കണ്ടില്ലേ? അതിന് നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലല്ലേ പൂക്കണേ? ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നീലക്കുറിഞ്ഞല്ല ഞാൻ കണ്ടത്. പിന്നെ ഫോട്ടോ ആണോ കണ്ടേ? ഫോട്ടോ അല്ല, ഒറിജിനൽ നീലക്കുറിഞ്ഞി കാട്ടിനകത്താണ്. അതിന്റെ 12 വർഷം കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. അത് ഞാൻ പോയി കണ്ടു. കാട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ആ അപ്പൊ DIG എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങക്ക് വഴിയൊന്നും തെറ്റില്ലല്ലോ. DIGക്ക് മൂന്നാറ് വെള്ളം പോലെ അറിയാലോ. ഞങ്ങളാണെങ്കിലേ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിട്ട് പറ്റിയിട്ടില്ല. ഒന്ന് ബുക്ക് ചെയ്ത് തരുമോ പ്ലീസ്? DIG ഒന്ന് ബുക്ക് ചെയ്ത് കൊടുക്കടാ. നിങ്ങൾക്ക് ഇതൊക്കെ ഇത്ര ഡിഫിക്കൽട്ട് ആണല്ലേ? ഓക്കെ, ഞാൻ ചെയ്തുതരാം, ഞാൻ വരാം. പക്ഷേ കുറച്ച് പണിയുണ്ടായിരുന്നു.
17 അവിടെ 17 Please. ഓക്കെ വരാം. താങ്ക് യു. താങ്ക് യു. ഫോർമൽ ആവല്ലേ, ഞാനല്ലേ ഇവിടെ ഉള്ളത് അല്ലേ? പോട്ടെ. പാവല്ലേ, എന്ത് കഷ്ടല്ലേ. ബുദ്ധിയില്ലാണ്ടാ എന്താ ചെയ്യാ. ഓക്കെ ഡൺ. ഹലോ, മറ്റന്നാളോ? ഇത് നടക്കൂല. എടാ എനിക്കന്നൊരു ഷൂട്ട് ഉണ്ട്. ഇത്ര അടുത്ത ദിവസമാണോ പ്ലാൻ ചെയ്യുന്നത്? ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവി, സീസൺ തീരാറായി. അടുത്ത ആഴ്ച ആകുമ്പോ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നൊരു പണി, നിങ്ങൾ എല്ലാവരും കൂടി പോയി കണ്ടിട്ടോ ചെല്ല്. പ്ലീസ് അവി. എടാ അറ്റ്ലീസ്റ്റ് ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോഴൊന്നും ചോദിക്കണ്ടേ? എടാ ആ ഡേറ്റ് നിനക്ക് ഓക്കെ അല്ലേ? നീ ഫ്രീ ആണെന്ന് വേറെ ഡേറ്റ് പറ, നമുക്ക് പ്ലാൻ ചെയ്യാലോ. വേണ്ട, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പോയിട്ട് വാ. ഛെ, എടാ ഒക്കെ ശരിയാക്കാം. നിനക്ക് ഏതായാലും നാളെ രാവിലെ ഷൂട്ടില്ലേ, നീ പോയി കിടക്ക്. ആ കിടക്ക്, ഞാൻ ശരിയായിക്കോളാം. അതായത് എപ്പോഴും ഇങ്ങനെ സോഫയിൽ തന്നെ കിടന്നാൽ മതിയോ? വല്ലപ്പോഴൊക്കെ മാറി കിടക്ക്. അയ്യേ, അത് അനുഷ്കയുടെ പ്രേതപടത്തിന്റെ പേരല്ലേ? അയ്യേ. ഡവി, നീ എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ചില സമയത്ത് തനി മലയാളി ആറുണ്ട്. ഡേയ്, തനി മലയാളി എന്താണോ മലയാളിക്ക് ഒരു കുഴപ്പം? ഇതിന് തലയാൻ പിടിച്ചെടുക്കും. ഇതാണ് കുഴപ്പം. ഒരാൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കാതെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുള്ള അർത്ഥം വെച്ച് ആൻസർ ചെയ്യും. എന്ത് കാര്യം? എന്നാ അവനെ പഠിപ്പി പറ. മീനു നല്ലൊരു ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ, ആ ഒരു എക്സൈറ്റ്മെന്റില്. ഹലോ, ആ കാര്യം സോൾവ് ചെയ്തു, നീ പേടിക്കണ്ട. ആ. അത് ഞാൻ ഓവർ റിയാക്ട് ചെയ്തത് തന്നെയാ. ഒന്നാമത് 3-4 ദിവസമായിട്ട് നല്ല വർക്കാണ്, അതിന്റെ ഒരു സ്ട്രെസ്സും ഉണ്ട്. പിന്നെ അവളാണെങ്കിൽ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടാണെങ്കിൽ കുറേ ദിവസമായി. അവൾക്ക് ഏതുതരം വർക്കാണ്, എല്ലാം കൂടി പെട്ടെന്ന് പുറത്തേക്ക് വന്നതാ. അതിനുള്ള സോറിയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആ മാറ്റർ ഇടും. അപ്പൊ ഡേറ്റ് പറ. എന്ത് എക്സൈറ്റ്മെന്റ് ആണ് നിനക്ക്? എനിക്കുണ്ട്. ആണോ? ഓക്കെ, നമുക്ക് നാളെ തന്നെ പോവാം. പക്ഷെ ആ വർക്ക് ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. അതിന്റെ ഔട്ട്ഡോർ ഒക്കെ ഇന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നാളെ ഇനി ഇത്തിരി പണികൾ ബാക്കി. എടാ അതാ വിഷ്ണു ഏൽപ്പിച്ചാ പോരെ? പക്ഷെ അവന്റെ ഇതുവരെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. നല്ല മടിയനാണ്. ഞാൻ ഉള്ളപ്പോ തന്നെ അവൻ അരി വെച്ച് വെക്കുന്ന കണ്ടിട്ടില്ല. അല്ല, പക്ഷെ അവന് ലൈറ്റിംഗ് ഒക്കെ അവനത് ചെയ്യാൻ പറഞ്ഞില്ലേ? പിന്നെ ക്യാമറ പിടിച്ച് അമക്കാനാണോ പണി? അയ്യോ, അല്ല അങ്ങനല്ല. ഇനി ലൈറ്റിംഗ് ഒക്കെ അവനെ നല്ല കിടലായി പഠിപ്പിച്ചുകൊണ്ട് പിന്നെ ക്ലിക്കും കൂടെ അവൻ കൂടെ ചെയ്യാതിരിക്കില്ല. നോക്കാം. അപ്പൊ എന്തായാലും വൈകിട്ട് വീട്ടിൽ കാണാം. ഓക്കെ, പിന്നെ ഒരു കാർ റെഡി ആയിട്ടുണ്ട്. ഹായ്, വിനോദിന്റെ കാറാണോ? പിന്നെ അല്ല, അടിപൊളി, സൂപ്പർ. അപ്പൊ ശരി, പൊളി. കമോൺ. എടാ ഹാപ്പി ബില്ലെടുക്കാൻ മറന്നുപോയി. ഞാനാണ് കൊടുത്തിട്ട് വരാം. അവിടെ ഇരിക്കും. വല്ല വിവരമുണ്ടോ? ഇങ്ങനെ ഇപ്പൊ 2-3 വട്ടം ഇങ്ങനെ ബില്ല് കൊടുക്കാതെ പോകുന്നു. ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നുണ്ട്. ഡേയ്, മാറ്റത്തിന്റെ സേറനാണെന്നൊന്നും പറയരുത്. ആണെന്ന് തോന്നുന്നുണ്ട്. മീനാക്ഷി നല്ല ഡോസ് കൊടുക്കുന്നുണ്ടാവും. ഇതെന്തൊരു കഷ്ടമാണിത്. ഒരു പെണ്ണ് വന്നിട്ട് 2 വഴക്ക് പറയുമ്പോഴേ ഇങ്ങനെയാണോ മാറുന്നത്? മുമ്പ് ഇവിടെ വേണ്ടി വന്ന ഹോട്ടലിലും എല്ലാവരുടെയും ബില്ല് കൊടുക്കുന്നവനാണ്. അയ്യോ, ഇതൊക്കെ എന്തിനാ കഴിച്ചത് നമ്മള്? ഇതിപ്പോ എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കും. അർണോൾഡേ, എടാ ഡാ ദീപു, നീ എവിടെടാ? ഞാനിവിടെ തന്നെ ഉണ്ട്. നീ എന്താ പരിപാടി? ഞാനിങ്ങനെ എനിക്കിവിടെ ഒരു ഷോപ്പുണ്ട്. നീ മുതലാളിയായ? അത് ബില്ല് കൊടുക്കാനുള്ള ആൾ സെറ്റായി. അതെങ്ങനെ ഇൻഡോർ പ്ലാൻസും പരിപാടിയൊക്കെ ആയിട്ട് പൊളിക്കാണല്ലേ. അല്ല, അപ്പൊ നീ മറ്റേ ടീച്ചർ ജോലി വിട്ടാ? അതുകൊണ്ട്. പക്ഷെ ഞാൻ പഴയ കോളേജ് വിട്ടടാ. എപ്പോ? 4-5 വർഷമായി. പിന്നെ കുറച്ച് നേരം പുറത്തായിരുന്നു, ദുബായിൽ. എന്ത് ലൈഫാളിയാ, പൊളിക്കാണല്ലേ. നീ നല്ല നമ്പർ എന്താ പറ. എടാ ഇത് ലക്ഷ്മി അല്ലേ? ലക്കി. നിനക്കറിയോ? നിനക്കെങ്ങനെ പരിചയം? കണ്ടിട്ട് നല്ല കട്ട കമ്പനിയാണ് തോന്നുന്നു. നമ്മുടെ ചങ്കല്ലേ? എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ അവിടെയാണല്ലോ പഠിച്ചതല്ലേ? നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആണോ? നല്ലതാണേ മാത്രം പറഞ്ഞാൽ മതി. ആരംഭമൊന്നുമല്ല, എന്നാൽ ചെറുതല്ലാത്തൊരു പണിയാണ് തന്നത്. സത്യം പറഞ്ഞാൽ ഈ ലക്ഷ്മി കാരണമാണ് ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. അവള് ഭയങ്കര കേടിയാണോ? അങ്ങനെയുള്ള സീനാണോ? എന്താ ചിരിക്കുന്നത് നീ? കാര്യം പറ. അവി ഓക്കെയാണ്. ആണാ? അപ്പൊ നിന്റെ ലീവിന്റെ കാര്യോ? എന്താ എനിക്ക് മാത്രം ലീവ് മതിയോ? നിനക്കൊന്നും ലീവ് വേണ്ടേ? ഞാൻ വല്ല പനിയാന്ന് വിളിച്ച് പറഞ്ഞോളാം. ഞാൻ അതുവരെ ലീവ് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പിറ്റേ ദിവസം വന്ന പനിയെ കുറിച്ച് ചോദിക്കില്ലേ? നീ ഇത് ഏത് ലോകത്താ മീനു? അറ്റ്ലീസ്റ്റ് ആ സത്യം പറഞ്ഞ് ലീവ് എടുത്തിട്ട് നിനക്ക്.
എനിക്ക് കുറ്റബോധം തോന്നില്ല? എന്തിന് ഈ ഒരു ചെറിയ ലീവിന്റെ കാര്യത്തിൽ എനിക്ക് ഇതിനെ കുറ്റബോധം തോന്നേണ്ട ആവശ്യം? അത് മാത്രല്ല, ഒരു വീട്ടിൽ നിന്ന് 2 ലീവ് വിളിച്ച് ചോദിച്ചാലേ അതിലെന്തോ ഉടായ്പുണ്ട് എംഡിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ പോയി ചോദിച്ചിട്ട് വാ ലീവിന്റെ കാര്യം. ഞാൻ അങ്ങനെ തന്നെ ലീവ് എടുക്കാൻ തീരുമാനിച്ചു. എന്നാ വേഗം ചെല്ല്, എംഡി അകത്തുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ സർ. Yeah, come. സർ ഞാൻ Meenakshi, I was about to call you actually. ഓക്കെ. നമ്മുടെ നാളത്തെ കോൺ കോൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കണം. ഓക്കെ സർ. ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ കോൺ കോൾ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ടഫാണ് ഫോമായിട്ട്. ഐ വിൽ സെൻഡ് ടു യു, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് സെൻഡ് ദിസ് ടു യു. ഓക്കെ. പിന്നെ നമ്മുടെ അടുത്ത കോൺ കോളിൽ നമ്മുടെ അഭിഷേക് ഉണ്ട്, VP ഓഫ് ന്യൂ ടെക്. ബിഗ് ഷോട്ടാണ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. ജസ്റ്റ് ടോക്ക് ടു ഹിം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി, വേഗോട്ടെ. താങ്ക് യു. അടിപൊളി. എംഡിക്ക് പറ്റിയ ചോദിക്കാൻ ഞാൻ ക്യാൻസൽ ചെയ്ത അവിയനെ കൊല്ലും. ക്യാൻസൽ ചെയ്യാനാ? ഒന്ന് പോയ മീനു. ഇങ്ങോട്ട് നോക്കിയാ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ നിന്നെ പോലെ ജോലി ചെയ്യണ ഒരു ജോലിക്കാരി? നീയാണെങ്കിൽ എന്റെ ഓർമ്മയിൽ ഒരു ലീവ് പോലെ എടുത്തിട്ടില്ല. നീ എംഡിയുടെ അടുത്ത് പോയി ചോദിച്ചാ ഒരു ലീവ് തരാണ്ടിരിക്കോ? പക്ഷെ നീ വായ തുറന്നൊന്ന് ചോദിക്കണം. കോള് ഭയങ്കര ഇമ്പോർട്ടന്റാ. പുള്ളിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ബെസ്റ്റ്. ഇതേ നിനക്ക് ഇപ്പൊ സമയമുണ്ട്. ഇപ്പൊ പോയി ചോദിച്ചാൽ പുള്ളിക്കാരത് വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്തോളൂ. ഒന്ന് പോയി ചോദിക്കും മീനു. നിനക്ക് നീലക്കുറിഞ്ഞ് കാണണോ? അത് അടുത്ത 12 വർഷം വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. എന്നിപ്പൊ എന്നെ പോയി ചോദിക്കും. ഞാൻ പറയണ പോലെ ചോദിക്കും. എങ്ങനെ? ഇതിങ്ങനെ, നിങ്ങൾ ഈ ലീവ് എനിക്ക് തരണം. നിങ്ങൾ ഈ ലീവ് എനിക്ക് തരില്ലേ? ഈ ലീവ് ഞാൻ എങ്ങനെ എടുക്കുക? ഇല്ല, ഇങ്ങനെ ചോദിക്കണമെന്നില്ല. ചോദിച്ചാ മതി. ഇല്ലെങ്കിൽ ഞാൻ പോയി അയ്യോ ചോദിക്കും. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചോളാം. എന്നാ പോ, ഞാൻ പോ, ചോദിച്ചോളാം. പോ, പോ. എന്റെ ഒരു കാര്യം മിക്കവാറും ആള് വാങ്ങിക്കും. മീനാക്ഷി, തൻ്റെ ടൈമിംഗ് അപാരമാണല്ലോ. ഐ വാസ് അബൌട്ട് ടു കോൾ യു ആക്ച്വലി. നമ്മുടെ താൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വന്നു? അതെ സർ, നാളെ എനിക്കൊരു ലീവ് വേണം. താൻ എന്തോടെ ഈ പറയണേ? സർ, ഞാൻ എൻ്റെ ഇയർലി ലീവിൻ്റെ 25% പോലും എടുക്കാറില്ല. ആൻഡ് ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. എനിക്ക് ഈ ജോലി അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ റൈറ്റ് നൗ ഐ നീഡ് എ സ്മോൾ ബ്രേക്ക്. ഒരു 2-3 ദിവസത്തെ ലീവ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ജോലി ഞാൻ വെറുത്തു തുടങ്ങും സർ. അതാണ്. അപ്പോൾ ലീവ് എടുത്തോളൂ സർ. ഇവിടെ സത്യം പറഞ്ഞാലും ലീവൊക്കെ കിട്ടും ശരിക്കും. എടാ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, ഞാൻ അയച്ച യൂട്യൂബ് വീഡിയോസ് നോക്കിയാ അതൊക്കെ പോയി നോക്കടാ. അപ്പൊ തിരുന്നിന്റെ സംശയം. എന്ത്? എടാ നീ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. നീ ഫോട്ടോ എടുക്കാൻ നടക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ജ്യൂസ് മേടിക്കാൻ നടക്കും. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരനെ ഏൽപ്പിക്ക്. നമുക്ക് എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് കൊടുക്കാം. അപ്പൊ ശരി. എന്താണ് നീ ഇതിൽ കൂടുതൽ സംശയം ചോദിക്കണ്ട. ഫോൺ വെച്ചേ. എടാ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പോയി പാക്ക് ചെയ്യടാ. നാളെ രാവിലെ കൃത്യസമയത്ത് ഇറങ്ങും. അപ്പൊ നീ റെഡി ഇല്ലെങ്കിൽ നീ ബസ് പിടിച്ചോ 13 എന്റെ അമ്മോ, ഈ അർണോൾഡ് എന്തൊരു മനുഷ്യനാണല്ലേ. ഈ പ്രായത്തിൽ എന്താ ഒരു മസില്. വനിതല അർണോൾഡാ? അല്ല, വനിതരല്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ അർണോൾഡ് എന്ന് പേരുള്ള മലയാളികൾ ഉണ്ടാവും? ഉണ്ടാവോടി? എനിക്കറിയില്ല. ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ പണ്ട് STCയിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു. അപ്പാ ഇപ്പൊ എവിടെയാണാവോ? അല്ല, നീ STC അല്ലേ പഠിച്ചത്? അല്ലല്ല, STCയിലല്ലേ? അതല്ല, എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലാന്ന്. ആണോ? ആണല്ലേ? അറിയില്ല. ജനുവരി 12 ഏതോ ഒരു കൊല്ലവർഷം. സാർ എന്താ ഇപ്പൊ എന്നോട് മാത്രം സംസാരിക്കാത്തെ? ഞാൻ ഫ്രണ്ട് ബെഞ്ചിലേക്ക് മാറിയത് സാറിന് ഇഷ്ടമായില്ലേ? അപ്പൊ നിനക്കറിയാം അർണോൾഡ് സാർ ആരാണെന്ന് അല്ലേ? പാവ ഒരു സാറിന്റെ പുറകെ നടന്ന് അയാളെ പബ്ലിക്കായി സൈറ്റ് അടിച്ച് കാണിച്ച് അയാളെ ടെൻഷനാക്കി. നീ ആരടി? പ്രിയാവായിര. അവസാനം അവിടുന്ന് ചീത്തപ്പേര് മേടിച്ചിട്ടാണ് അയാളെ കോളേജ് വിട്ടു പോയത്. അറിയോ? എനിക്കൊന്നും വേണ്ട, നല്ല രസം. ഞാൻ ബാക്കി വായിക്കട്ടെ. ജനുവരി 23 അതേ കൊല്ലവർഷം സാറിനും
എന്റെ അച്ഛനും ഒരേ മുഖച്ചായാണെന്ന്. അയ്യേ. ആ കോട്ടയം കിടക്കുന്ന നസ്രാണിക്കും വടക്കൻ നിന്റെ അച്ഛൻ ലക്ഷ്മണനും ഒരേ മുഖച്ചായ. നീ കീറുമൊന്ന് നോക്കി കീറണ്ടേ? അയ്യേ 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 അയ്യേ. ആവശ്യം പറ, ഏ ആവശ്യം പറ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്താൽ മതി. ഡിയാജി. ആ, ഓക്കേ. അങ്ങനെ ഓക്കെ വാമൊഴിയിൽ പറഞ്ഞാ പോരാ. നീ ആ ഫോൺ എടുത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, നീ എന്നെ സ്പോൺസർ ചെയ്യുന്നു. അല്ലെ നീ വാക്ക് മാറ്റും. നിന്നെ എനിക്കറിയാം, നീ മഹാ തൊട്ടിയാണ്. ഇട് മെസ്സേജ് ഇട്, അങ്ങനെ ഇട്. ഡിയാജിയുടെ ഈ ട്രിപ്പ് ഞാൻ സ്പോൺസർ ചെയ്യുന്നു. ഹലോ എടാ, 2 ദിവസത്തെ സ്റ്റേക്ക് 12,000 രൂപയാ. 3000-ന് 2 റൂം 2 ദിവസത്തേക്ക് അത്രയ്ക്ക് ആവോ അവി? നിനക്ക് വല്ല വിചാരമില്ലേ മീനു? ഇവിടെ 12,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷത്തെ ഇന്റർനെറ്റ് ബില്ല് അടയ്ക്കാം. 12,000 രൂപയ്ക്ക് 8 മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാം. അല്ലെങ്കിൽ പോയിട്ട് ഒരു കാറ് മേടിച്ചു വിട്ടിട്ട് എനിക്ക് അതിന്റെ EMI അടച്ചൂടെ? നീ എന്ത്, നിനക്കൊരു വിചാരം? നീ ഇത് ക്യാൻസൽ ചെയ്ത് ഞാൻ വേറെ ബുക്ക് ചെയ്യാം. ഇതെന്ത് ഇത്? എടുത്ത് കഴിഞ്ഞില്ലേ? അവി ഇനിയിപ്പോ നീ തുടങ്ങല്ലേ പ്ലീസ്. ഇതേ ഞങ്ങൾ പോവാണ്, നീ വരണ്ട. എടാ റെഡിയായില്ലേ? എടാ എന്താണ് ഇതിനകത്ത്? നീ അവിടെ താമസിക്കാൻ പോണോ? ഇതെന്താണ് ഇതിനകത്ത്? ഇതിലെ ട്രക്കിംഗ് ഷൂസ്, മൊസ്കിറ്റോ റെപ്പല്ലന്റ്, ട്രാവൽ പില്ലോ, ഗ്ലൗസ്, സ്ലീപ്പിംഗ് ഐ മാസ്ക്, പിന്നെ ഒരു ചെറിയ ടെന്റ്. ഗായ്സ്, സാം നമ്മുടെ ഒപ്പം വരുന്നില്ല കേട്ടോ. I want to break free. ബാഗില്ല, നിന്റെ ബാഗിൽ വെച്ചോ. നീ ഇതൊക്കെ നിർത്ത് വൃത്തിയായിട്ട് മടക്കി നിന്റെ ബാഗിൽ വെച്ചാൽ മതി. ഞാൻ ഇടയ്ക്ക് ചോദ്യം തന്നാൽ മതി. പിന്നെ അർണോൾഡ് 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 മടക്കോളൂ, മടക്കൂ. ശരി കാര്യം. ചാർജർ നശിച്ചു പോവുള്ളൂ. ആ എടാ, നീ എഴുന്നേറ്റാ? ഹാ, ഗുഡ് ഗുഡ് ഗുഡ്. ഇനി കിടക്കല്ലേട്ടാ. എടാ കൃത്യം 8 മണിക്ക് തന്നെ പെങ്കൊച്ച് വരും. ഹാ, പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇട്ടേക്കണം. ഓക്കെ? ഹാ ഓക്കെ, ഡീൽ ചെയ്തേക്കണേ മര്യാദക്ക്. അളിയാ, ചെറിയൊരു പണി കിട്ടി. എന്ത് പണി? ഞാൻ അണ്ടർവെയർ എടുത്തിട്ടില്ല. അയ്യേ. അല്ല, ഇപ്പൊ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി പിന്നെ വേണ്ട എക്സ്ട്രാ. ഏഹ്, അല്ലല്ല, നീ വീട് തുറക്കില്ല. തുറക്കാൻ പോകുന്നില്ല. വേണ്ട, അവിടെ റൂമിൽ തൂങ്ങിക്കിടപ്പുണ്ട്. നൈസായിട്ടൊരു കോല് വല്ലതും കിട്ടി ഞാൻ ഇങ്ങനെ. എന്റെ അളിയാ, നീ ഇപ്പൊ വണ്ടിക്കറി 5 അണ്ടർവെയർ മേടിച്ചിട്ട് പോകുന്ന വഴി. 5 അണ്ടർവെയർ? ഇവിടെ ഇരിക്കടി. നോ. ഓ അർണു കുറെ പോയിരിക്കും. പോ പോ. മാറി നിൽക്കാൻ നീ ഇരിക്കി. എന്താ സാം ഒറ്റത്തിന് സ്നേഹല്ലേ വീട്ടിൽ. ഫ്രണ്ടിലിരിക്കുന്നല്ലേ? കൈ എത്തണം. ആ, ഇവൻ തുറന്നിട്ടോണ്ടിരിക്കണം. അടച്ചിടറാ. ജനലടക്കണം. ചുമ്മാ ലേശം. ഹായ്. കാറ്റേ നിന്നാട്ടെ ഉല്ലാസ വേഗം കൂട്ടാതെ കാത്തു കാത്തു ഒരു കസ്തൂരി മാമ്പഴം കാക്ക തൊട്ടാലോ നാടോടുമ്പോൾ അറ്റം നോക്കി നിന്നാലോ. ഒന്ന് നിർത്തോ? നിർത്താനാ? എവർഗ്രീൻ സോങ്സ് ബേബി. ആ എവർഗ്രീൻ സോങ്സ് എന്റെ കയ്യിലുണ്ട്. എന്റെ ഫോണൊന്ന് കണക്ട് ചെയ്യോ? ഒന്ന് പൊയ്ക്കണോ ഒന്ന്? ഇതിപ്പോ അച്ഛനേ ഉള്ളൂ. നിന്റെ ഈ ഹിന്ദി സോങ്സ് കേൾക്കാനല്ലേ? പറ്റില്ല പറ്റില്ല. അതെന്തെങ്കിലും ആവട്ടെ, എന്റെ ഫോണൊന്ന് കണക്ട് ചെയ്യട്ടെ. ഒന്ന് പൊയ്ക്കണോ ഒന്ന്? എടാ നീ ഒരു പണി തിരിച്ചു വരുമ്പോ ഫുൾ ടൈം നീ വെച്ചോ. ആ അതൊന്നും നടക്കില്ല അവി. ടാക്സി വിളിച്ചു പോകാൻ പറഞ്ഞു. എന്നാ പിന്നെ തെമ്മാടിക്കാറ്റേ നിന്നാട്ടെ ഉല്ലാസ വേഗം കൂട്ടാതെ. ഫോൺ ഫോൺ ഫോൺ. ആരൊന്നൊക്കെ
ഡേയ് ഇതിന്റെ മറ്റവരാടാ ആര്, ആര്, വിഷ്ണു ആര്? വിഷ്ണു നീ ആ, വണ്ടി പൊട്ടണം. ആ. ഒരു സെക്കൻഡ് ഒന്ന് ഒതുക്കിട്ടോ. ഒതുക്കിയിട്ടുണ്ട്. പറ ചക്കര, എന്താണ്? ഒരു സെക്കൻഡ്. എടപ്പം നിന്റെ ക്യാമറ എവിടെ? നാട്ടിലോ? അതവിടെ ആർക്ക് പൂജയ്ക്ക് വെച്ചേക്കണടാ? പോടാ, ഫോൺ വെക്കടാ പൊട്ടാ. എന്താണ്? നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോയിട്ട് വന്നാലോ? പെട്ടെന്ന് വരാം. ഷൂട്ടിന് വന്നായിരിക്കും അല്ലേ? സോറി ഏട്ടാ, നമ്മുടെ ഫോട്ടോഗ്രാഫർ ലേറ്റ് ആയിട്ടാണ് വന്നത്. പുള്ളിക്ക് കുറച്ച് പ്ലാനിങ് കുറവാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സ്റ്റാച്ചു വിളിക്കണം. ട്രിപ്പ് പോകാൻ പറ്റിയ നല്ല സമയം. ഇപ്പൊ പറയണോ? വേണ്ടോണ്ട് 2 തവണ എത്തിക്കേണ്ട കാര്യമില്ല. അവരും കൂടെ വന്നിട്ട് പറയാം. ആ ചായ. ചായ കുടി. ബാബാ പെട്ടെന്ന് അടിച്ചെടുത്ത് സംഗതി ക്ലീൻ. പോവാം. എങ്ങാട്ട് പോകാനാണ്? മൂന്നാർ നീലക്കുഞ്ഞി. നീലക്കുറി. അടുത്ത 12 വർഷം കഴിഞ്ഞ് പോവാം. അതെന്താണ്? ഇന്ന് ഹർത്താലാണ്. ഹർത്താല്? മിന്നൽ ഹർത്താൽ ഇപ്പൊ അനൗൺസ് ചെയ്തത്. ഈ നാട് നന്നാവില്ല. നീലക്കുറിഞ്ഞ കാണാൻ ഭയങ്കര തിരക്കായിരിക്കും. അത് തിരക്ക്. ഈ ഒരു പീസ്ഫുൾനെസ് അവിടെ കിട്ടില്ലല്ലോ. അത് ശരിയാണ്. അവിടെ കിട്ടും. ലക്കി ആ ബ്രെഡിൽ കുറച്ച് ജാം പരട്ടിയെടുത്തേ. ഐ അർണോൾഡിന്റെ കാര്യം ഞാൻ പറയും. അർണോൾഡ് എന്താ അർണോൾഡ്? ഞാൻ പറയും. അർണോൾഡിന്റെ കാര്യം ഞാൻ പറയും. പറയട്ടെ. ഉടയ്ക്കും. ഈ സാമി തേങ്ങ ഉടയ്ക്കും. നിങ്ങൾ ആഹാ എന്നാ ഇപ്പൊ പറയും. ഞാൻ പറയാൻ പോവാണ്. പറ. എന്നാ നിങ്ങളെല്ലാരും ഞെട്ടുന്ന ഒരു രഹസ്യം ഞാൻ ഇവളെ പറ്റി പറയാൻ പോവാണ്. ഇവളുടെ ഒരു കാമുകൻ- അർണോൾഡിന്റെ കാര്യമല്ലേ? അതെല്ലാവർക്കും അറിയാം. അയ്യേ, അതെങ്ങനെ? അയ്യേ, 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 അയ്യേ. ചില സമയത്ത് അയ്യേ. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ മീനു? ഇതൊന്നും തീരെ ശരിയല്ല. ഒരു സീക്രട്ടിന് സാമാന്യ മര്യാദയാണ്. അതിങ്ങനെ പറയരുത്. അതെ, മോൻ വലിയ ഡയലോഗ് അടിക്കണ്ട കേട്ടാ. ചമ്മി നാറിയിരിക്കും. സാറിലടാ, നമുക്ക് വേറെ സീക്രട്ട് ഉണ്ട്. ആ ഇത് കൂടി. ഞാൻ കണ്ടുപിടിച്ച് ശക്തമായി പ്രതികാരം ചെയ്യും.